ഡേ 2 അറ്റ് ആൻഡമാൻ സെല്ലുലാ ജയിലോട്ടാട്ടോ ഞങ്ങൾ പോകാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത്. തലേന്ന് പോലെ തന്നെ ഞങ്ങൾ ഇറങ്ങിയ പാടെ നല്ല അടിപൊളി മഴയ്ക്ക് ഞങ്ങൾ ഇറങ്ങുന്നത് അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലൊക്കെ കണ്ടുപിടിച്ചു. നമ്മുടെ പൊറോട്ടയും വെജ് കുറുമയും നമ്മുടെ പീസ് കറിയൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റായിരുന്നു. അവിടുന്ന് ഞങ്ങൾ നേരെ സെല്ലുലാ ജയിലിലേക്ക് വിട്ടു. സെല്ലുലാ ജയിലിൽ എൻട്രൻസ് ടിക്കറ്റ് 30 റുപ്പീസാണ്. അപ്പോൾ ഞങ്ങൾ 3 പേർക്ക് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അകത്ത് കയറി. അടിപൊളിയാണ്, മസ്റ്റ് വിസിറ്റാണ് സെല്ലുലാർ ജയിൽ. കയറിയ പാടെ എന്താ എഴുതി വെച്ചിരിക്കുന്നതെന്ന് ജോശാൻ നോക്കിയിട്ട് വായിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നേ. നമ്മൾ ആദ്യം ഒന്ന് കാണാനായിട്ടാണ് കയറിയെങ്കിലും ജോശാൻ എല്ലാ ഡീറ്റെയിൽസും വായിക്കുന്നത് കണ്ടപ്പോൾ ഞാനും കൂടെ കൂടി. അത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് അവിടെ നടന്നത് എന്താണെന്ന് ക്ലിയറായിട്ട് അറിയാൻ പറ്റിയത്. വായിച്ചു കഴിഞ്ഞപ്പോൾ ഒത്തിരി സങ്കടത്തോടെ ആട്ടോ ഞങ്ങൾ സെല്ലുലാർ ജയിലിൽ നിന്ന് ഇറങ്ങിയത്. അന്ന് നമ്മുടെ ഭാരതീയർ ബ്രിട്ടീഷുകാരിൽ നിന്ന് എത്രത്തോളം പീഡനങ്ങൾ സഹിച്ചു എന്നുള്ളത് അവിടെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ഓരോ മുക്കും മൂലയും ഓരോ കഥകളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ പീപ്പിൾ ട്രീ അവിടുത്തെ കാലാവസ്ഥയിൽ വേരോട് മറിഞ്ഞ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലേക്ക് വീഴുകയും പക്ഷേ അവിടുത്തെ യാതനകൾക്ക് സാക്ഷിയായ ഒരു മരമായതുകൊണ്ട് തന്നെ അവരതിനെ കുറച്ച് ട്രിമ്മൊക്കെ ചെയ്ത് തിരിച്ച് പ്ലേസ് ചെയ്തു എന്നാണ് അവർ പറയുന്നത്. ഇതെല്ലാം അവിടുത്തെ ഓരോരോ ഡീറ്റെയിൽസാണ്. അവരുടെ വർക്ക് ഷെഡിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന പണികൾ, ബ്രിട്ടീഷുകാർ കൊടുത്തുകൊണ്ടിരുന്ന പണികൾ അവർ എന്താണെന്നാണ് കാണിക്കുന്നത്. നമ്മുടെ തേങ്ങ പൊളിക്കുകയും അതിൽ നിന്ന് തേങ്ങയിൽ നിന്ന് എണ്ണ എടുക്കുകയും കയറുണ്ടാക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പണികളായിരുന്നു അവർക്ക് മെയിനായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അതെത്ര പണിപ്പെട്ട പണികളായിരുന്നു എന്നുള്ളത് നമുക്കത് വായിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. അവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന കഞ്ഞിയുടെ അളവൊക്കെ വളരെ കുറവായിരുന്നു. അത് വെച്ച് അവരുടെ എനർജി എത്രത്തോളം ബ്രിട്ടീഷുകാർ ഊറ്റിയെടുത്തു എന്നുള്ളത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. ഇതായിരുന്നു അവർക്ക് കൊടുത്തിരുന്ന മുറി. പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യം പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതെല്ലാം നമുക്കിപ്പം കണ്ടു നടക്കാം. അതുപോലെ എല്ലാ ജയിൽ മുറികളും അവർ ഓപ്പൺ ആയിരുന്നു, ഒന്നും ലോക്ക് ചെയ്ത് വെച്ചിട്ടില്ല. പർട്ടിക്കുലറായിട്ട് ഈ ഇത്ര റൂമുകളെ കാണിക്കത്തുള്ളൂ എന്നുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഭയങ്കര പോസിറ്റീവ് വൈബ് തന്നു, എല്ലാം കയറി കാണാനൊക്കെ ആയിട്ട്. ഇവിടെയാണ് നമ്മുടെ ഭാരതീയരെ അല്ല മറ്റ് തടവുകാരെ നമ്മൾ കെട്ടി അവർ അടിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ ഏറ്റവും മുകളിൽ വാച്ച് ടവറിൽ പോയി. നമ്മുടെ 7 ജയിൽ സെക്ഷൻസ് ഉണ്ടെന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു 4 കാണാൻ പറ്റുള്ളൂ. ബാക്കി ഞങ്ങൾക്ക് തോന്നുന്നു വെച്ച് മാറ്റി ഹോസ്പിറ്റലുകളും മറ്റ് സ്ഥാപനങ്ങളും അവരവിടെ പണിതുയർത്തുകയാണ് ചെയ്തത്. വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ബീച്ചും അവിടെ നിന്ന് പോകുന്ന ഷിപ്പും. ഞങ്ങൾ ഹാവലോക്കിലോട്ട് പോകുന്ന ഷിപ്പാട്ടോ പോകുന്നത്, മാക് ഷിപ്പ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് ഞങ്ങൾ തൊട്ട് മുമ്പിലുള്ള ഒരു ചെറിയ പാർക്ക്, തീരെ ചെറിയ പാർക്കിലേക്കാട്ടോ ഞങ്ങൾ പോയത്. അവിടെ നമ്മുടെ തടവിൽ ഉണ്ടായിരുന്നവർ ഏതൊക്കെ രീതിയിലാണ് മരിച്ചതെന്നൊക്കെയുള്ളതാണ് ഈ വീർ സവാർക്കർ പാർക്കിൽ അവർ വിവരിക്കുന്നത്. അവരുടെ രൂപങ്ങളുമാണ് അവരവിടെ വെച്ചിരിക്കുന്നത്. പിന്നീട് അവിടെ നിന്ന് കാപ്പിയൊക്കെ കുടിച്ച് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയി.